ഇന്ന് ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ കടായി ചിക്കൻ, ചില്ലി ചിക്കൻ, ചിക്കൻ ഹരിയാലി അങ്ങനെ കുറേ ചിക്കൻ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ പിള്ളേർക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ഒരു ബട്ടർ ചിക്കനാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബട്ടർ ചിക്കനാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമാകും. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്യുകയും വേണം. അപ്പം വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഫൈൻ ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡ്. ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. ചിക്കൻ ബോൺ ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല. അതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. അത് കഴിഞ്ഞ് അതിനൊരു സെക്കൻഡ് കോട്ടിങ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഈ കാശ്മീരി ചില്ലി പൗഡർ ഈ ഓയിലിനകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു നല്ല റെഡ് കളർ വരും. അതാണ് നമ്മുടെ ഈ ബട്ടർ ചിക്കന് നല്ല ഓറഞ്ച് കളർ കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ സോൾട്ട്. ഇത്രയും ചേർത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പിന്നെ ഒരു 15-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വേണം. ആ സമയം കൊണ്ട് നമുക്ക് ഗ്രേവിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു മീഡിയം സൈസ് ഓണിയൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ 2 നല്ല റെഡ് ടൊമാറ്റോ, നല്ല നിറമുള്ള തക്കാളി, അത് നന്നായിട്ടൊന്ന് അരിഞ്ഞു വെക്കാം. പിന്നെ ഒരു 10-20 കാഷ്യൂ. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞതും ഒണിയൻ അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഹോൾ സ്പൈസസ് ആണ്. 2 ബേ ലീവ്സ്, 2-3 ഗ്രാമ്പൂ, ഒരു 4 ഏലക്ക, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട ചെറുതായിട്ടൊന്ന് ചതച്ചത്, 5-6 വെളുത്തുള്ളിയുടെ അല്ലി. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ബട്ടർ. മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. നമ്മളിതിനകത്ത് എരിവുള്ള ചുവന്ന മുളക് പൊടി ചേർക്കുന്നേ ഇല്ല കേട്ടോ. ഈ കറി ഒരു ശകലം മധുരമുള്ള രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. നമ്മൾ 3 പ്രാവശ്യം ഉപ്പ് ചേർത്തു. മാരിനേഷനിൽ 2 പ്രാവശ്യം. ഇപ്പം അങ്ങനെ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ കാഷ്യൂ നട്ട്സും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് അത് വെന്തിട്ടുണ്ടായിരിക്കും. ഓഫ് ചെയ്ത് വയ്ക്കാം. പിന്നെ തണുക്കുമ്പോൾ നമുക്കിത് മിക്സിയിൽ അരച്ച് ഒരു പേസ്റ്റ് ആക്കണം. അപ്പോൾ തണുക്കാനായിട്ട് ഇത് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഒരു പാനിലേക്ക്. പിന്നെ ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സൈഡ് ഒരു 2 മിനിറ്റ് ഫ്രൈ ആയി കഴിയുമ്പോൾ
നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്ത് അടുത്ത സൈഡും കൂടി ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുക. ചെറിയ പീസസ് ആയിട്ടാണ് നമ്മളിവിടെ ചിക്കൻ കണ്ടിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് എത്രമാത്രം ഫ്രൈ ആവുന്നോ അത്രയും മതി കേട്ടോ. ഒരുപാട് അങ്ങ് ക്രിസ്പി ആവുമൊന്നും വേണ്ട, ഒന്ന് വെന്ത് കിട്ടണം, അത്രേ ഉള്ളൂ. കണ്ടോ, ഇതുപോലെ നമ്മൾ ചിക്കൻ എല്ലാം വറുത്ത് മാറ്റണം. അപ്പം നമ്മുടെ ഗ്രേവിയുടെ മിക്സ് ഇപ്പോൾ തണുത്തിട്ടുണ്ട്. അതൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് അത് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക. ഒത്തിരി വെള്ളം ചേർക്കില്ല, തിക്ക് പേസ്റ്റ് ആയിട്ട് കിട്ടുന്ന പോലെ ആവശ്യത്തിന് മാത്രം വെള്ളം ചേർക്കുക. അപ്പം നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടെ മിക്സ് ചെയ്യണം. നമുക്ക് അതേ പാൻ തന്നെ ഉപയോഗിക്കാം. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ബട്ടറിൻ്റെ പ്ലേസിലൊക്കെ വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. പക്ഷേ നമ്മുടെ കറിയുടെ പേര് തന്നെ ബട്ടർ ചിക്കൻ എന്നാണല്ലോ. അപ്പം നമ്മൾ ബട്ടർ എല്ലായിടത്തും ഉപയോഗിക്കുക. അതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എന്തായാലും ഉണ്ടാകും. വളരെ റിച്ച് ആയിട്ടുള്ളൊരു കറിയാണ് ഈ ബട്ടർ ചിക്കൻ എന്ന് പറയുന്നത്. ബട്ടർ ഒന്നും മെൽറ്റായി തുടങ്ങുമ്പോഴത്തേക്കിന് നമ്മൾ ഗ്രേവി അരച്ചു വെച്ചിരിക്കുന്നത് ഒന്ന് അരിച്ചൊഴിക്കാം കേട്ടോ. ബേ ലീവ്സ് ഒക്കെ ചേർക്കുന്നതുകൊണ്ടാണ് നമ്മളൊന്ന് അരിച്ചൊഴിക്കുന്നത്. അരിച്ചൊഴിച്ചില്ലെങ്കിൽ സാരമില്ല, ചെറിയൊരു തരിതരിപ്പ് കാണുമെന്നേ ഉള്ളൂ, അത് സാരമില്ല. ഗ്രേവി ഒന്ന് ബോയിലായി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയാവുന്നതാണ്. ആ കാഷ്യൂവിൻ്റെ ഒക്കെ ടേസ്റ്റുമായിട്ട് വളരെ നല്ലൊരു ടേസ്റ്റിലാണ് ഇത് വരുന്നത്. ഇച്ചിരി മധുരത്തിലാണ് വരുന്നത്. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി ഒരു പ്രാവശ്യം ചേർക്കാം. പിന്നെ കുറച്ച് രുചി എൻഹാൻസ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട്. അത് കസൂരി മേത്തിയാണ് 1 ടേബിൾ സ്പൂൺ, പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം. ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ 4 ഇൻഗ്രീഡിയൻസും ഓപ്ഷനിലാണ്. പക്ഷേ ഇതൊക്കെ ചേർത്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നതിലേക്ക് നമ്മൾ വരുന്നത്. അപ്പം ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കസൂരി മേത്തിയും ടൊമാറ്റോ കെച്ചപ്പും പിന്നെ ഫ്രഷ് ക്രീമും ഒക്കെ. പിന്നെ ഷുഗർ ഒരു മധുരം വരാൻ വേണ്ടിയിട്ടാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇടുക. ഇത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയാകാം. അപ്പം നമുക്കിത് പ്ലേറ്റ് ചെയ്യാം. ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ഫ്രഷ് ക്രീമും കസൂരി മേത്തിയും ബട്ടർ ക്യൂബ്സും ഒക്കെ ആയിട്ട് നമുക്കിത് ഗാർണിഷ് ചെയ്യാം. അപ്പം ഇന്നത്തെ ഈ ബട്ടർ ചിക്കൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ആദ്യമായിട്ട് ഇന്ന് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഉടൻ തന്നെ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.